ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ വാഗമണിലൊരു വ്യൂ പോയിന്റിൽ നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് പൈൻ ഫോറസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൂറിസ്റ്റ് ബസ് ഇവിടെ വഴിയിൽ ഇറക്കിയിട്ടുണ്ട്. കാര്യം പാർക്കിംഗ് പ്ലേസിൽ നല്ല ചളി ആയതുകൊണ്ട് ഈ റോഡ് സൈഡ് തന്നെയാണ് പാർക്ക് ചെയ്തത് കേട്ടോ. അച്ഛൻ്റെ കയ്യിലായിരിക്കുന്നത് 2 റെയിൻകോട്ടാണ്, ഒന്ന് എൻ്റെതും ഒന്ന് അച്ഛൻ്റെതും. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൻകോട്ട് വേണമെങ്കിൽ എടുക്കാൻ, ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ എടുത്തതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് റെയിൻകോട്ടിൻ്റെ ആവശ്യം വന്നില്ല, അച്ഛനിടയ്ക്ക് റെയിൻകോട്ട് എടുത്തിട്ടായിരുന്നു. ഇവനാണെങ്കിൽ ഇവിടെ സൈഡിൽ കടകളൊക്കെ കണ്ടിട്ട് അതിനടുത്തോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു ജസ്റ്റ് നോക്കുകയൊക്കെ ചെയ്തോ, ഒന്നും എടുക്കരുത്, വാങ്ങിത്തരത്തില്ല എന്ന്. അങ്ങനെ പോവാണ്. അവന് ഓരോന്ന് കാണുമ്പോഴത്തേക്കും വേണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ ചെളിയൊക്കെ ഇങ്ങനെ നടന്ന് പോവാണ്. ഇവൻ ഈ ചെളി കാണുമ്പോഴത്തേക്കും ചവിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ വെള്ളത്തിലൊക്കെ അവൻ ചവിട്ടിയാണ് പോകുന്നത്. എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ അവന് ഞാനും ഷൂ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഷൂവിനകത്ത് വെള്ളം കയറുന്നൊരു പേടിയായതുകൊണ്ടാണ് ഞാൻ ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും അവൻ അനുസരിച്ചിട്ടൊന്നുമില്ല. പിന്നെ കണ്ടോ, ഓരോ കടയെത്തുമ്പോഴത്തേക്ക് അവൻ സ്റ്റക്കാവുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് നടന്ന് താഴേക്ക് പോവാണ്. പാതി എത്തിയപ്പോഴത്തേക്ക് അച്ഛൻ റെയിൻകോട്ട് ഊരി. കാര്യം ചെറുതായിട്ടൊരു മഴ പോലെ വന്നെങ്കിലും പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ ഇതിനെ വെറുതെ ഇട്ടേക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഊരി. താഴോട്ട് പോകുമ്പോൾ തന്നെ ഈ സൈഡിൽ ഫോട്ടോഗ്രാഫിയുടെ ഇതൊക്കെ ഉണ്ട്. അവർ ഇതിനകടയിൽ നിന്നിട്ട് ഫോട്ടോ എടുത്ത് തരാമെന്ന് ഇങ്ങനെ പറയും, എന്നിട്ട് എഡിറ്റ് ചെയ്തൊക്കെ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും എടുത്തില്ല, നമുക്ക് എന്തെങ്കിലും ഫോണുണ്ടല്ലോ അതിനകത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയത്. എന്തായാലും നല്ല റേറ്റൊക്കെ ആവുമായിരിക്കും. ഞങ്ങൾ റേറ്റൊന്നും ചോദിച്ചിട്ടില്ല, എടുക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ചോദിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇത് വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്, വേസ്റ്റ് ഇടാൻ. പിന്നെ ഇതുപോലെ കല്ലൊക്കെ പാകിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലൂടെ നടക്കുമ്പോൾ എനിക്ക് പേടിയായി സ്ലിപ്പാവുമോ എന്ന്. എന്നാലും ശ്രദ്ധിച്ച് തന്നെയാണ് നടന്നത്. താഴോട്ടൊരു ഇറക്കം പോലെയാണ്. കുറേ ദൂരം ഇങ്ങനെ നടന്ന് ഈ പൈൻ ഫോറസ്റ്റ് കാണാനുണ്ടായിരുന്നു. ഞാൻ താഴെ അറ്റം വരെ പോയായിരുന്നു. അച്ഛനാണെങ്കിൽ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കയറി അവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു പൈൻ ഫോറസ്റ്റ് കാണാനായിട്ട്. മൂന്നാറിൽ പോയ സമയത്ത് എനിക്കിതുപോലെ പൈൻ ഫോറസ്റ്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അന്ന് കുഞ്ഞിന് തലവേദന എന്ന് പറഞ്ഞ് പിന്നെ വണ്ടി തന്നെ ഇരുന്നു. അവൻ വണ്ടിയിരുന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഇറങ്ങില്ല. ഇന്നാണ് ആദ്യമായിട്ടത് വാഗമണിൽ പൈൻ ഫോറസ്റ്റിലേക്ക് ഇറങ്ങിയത്. നല്ല രസമായിരുന്നു. ഇവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. നല്ല വ്യൂ ആയിരുന്നു. അതൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് എൻഡിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പൈനിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഈ പൈൻ കോണൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അല്ലാണ്ട് നേരിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ നടന്നു പോകുമ്പോഴത്തേക്കും പൈൻ കോണൊക്കെ കാണാനും പറ്റി. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇടയിൽ കാണിച്ചു തരാം. ഇതിന് അങ്ങ് എൻഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് നല്ല മലകളും പിന്നെ താഴോട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു പച്ചപ്പൊക്കെയാണ്, ടീ നട്ടിരിക്കുന്നതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ പൈൻ കോൺ കിട്ടിയെന്ന്. ഇതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫീമെയിൽ കോണെന്നാണ് എൻ്റെ ഒരു ഊഹം, കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം മോൻ ചോദിക്കുകയാണ് ഇത് കഴിക്കാനുള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അല്ല, ഇതല്ലാണ്ട് ഇതിൻ്റെ സീഡാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്തായാലും അവനെന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാൻ പോകുന്നില്ലല്ലോ. അപ്പം ഞാനിത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വേണമെങ്കിൽ എടുത്ത് കടിച്ചൊക്കെ നോക്കും, അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങളിത് ഇവിടെയൊക്കെ നിന്ന് കാണുകയാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചുമ്മാ ഒരു സെൽഫി വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കോടമഞ്ഞ് നന്നായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിക്ക് തന്നെ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ അവിടെ തന്നെ ഇരുന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോന് എൻ്റെ കൂടെ താഴോട്ട് ഇറങ്ങി വരികയായിരുന്നു. താഴോട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം ഞങ്ങൾ നടന്ന് ഇതിൻ്റെ എൻഡ് വരെ പോയി. എൻഡ് വരെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അപ്പുറത്ത് തേയിലത്തോട്ടം പോലെ അങ്ങനെ കുറച്ച് കാര്യം, കുറേ പച്ചപ്പൊക്കെയാണ് കാണാൻ പറ്റുന്നത്, വേറൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ അവനോട് ചെറുതായിട്ടിടാ നമ്മുടെ ഈ ടൂറിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയാമെന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ എന്താണെന്നൊക്കെ ഉള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴേക്കും അവനങ്ങോട്ട് വ്ളോഗിങ് തുടങ്ങി. അത് ഇതിനകത്ത് കേൾക്കാൻ പറ്റും കേട്ടോ. ഞാനാണെങ്കിൽ അതിനകത്ത് വോയിസ് ഇട്ടിട്ട് അവൻ്റെ വോയിസ് കേൾക്കുന്ന രീതിക്ക് ഞാനത് ഇട്ടിട്ടുണ്ട്. അവനിങ്ങനെ ബാക്ക് തിരിഞ്ഞൊക്കെ നടന്നപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു അങ്ങനെ നടക്കരുതെന്നൊക്കെ പറഞ്ഞ് പിന്നെ നേരെ നടന്നു. കാര്യം ഒന്നാമത് പരിചയമില്ലാത്ത സ്ഥലം, കാലെങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് കണ്ടോ, താഴോട്ട് ഇങ്ങനെ ഒരു ഇറക്കമാണ്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയായി.
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോഴത്തേക്കും അവൻ്റെ വ്ളോഗിങ് ഇപ്പോൾ വരും കേട്ടോ, ഒന്ന് കേട്ട് നോക്ക്. അതുകൊണ്ട് ഇവിടെ 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 എക്കോണ്ട്, നരച്ചെക്കോണ്ട്, അറിയാമോ? ഇത് നരച്ചെക്കോണ്ട്. പിന്നെ മലകളൊക്കെ കാണാം. പിന്നെ ഇവിടുന്ന് മലയിലൊക്കെ കയറി പിന്നെ ചറക്കാതെ നോക്കി കാണും. ചറക്കും ഉണ്ട്, ഇവിടെ ചറക്കലുണ്ട്. അതുകൊണ്ട് ഇവിടെ സൂക്ഷിച്ചു പോകണം. തിരിച്ചു പോവാ. പിന്നെ ഇവിടെ മഞ്ഞൊക്കെ ഉണ്ട്, ഉള്ളുണ്ട്. തൊപ്പിയും പിന്നെ തൊപ്പി വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോവാ, ജാക്കറ്റ് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോവാ, റെയിൻകോട്ട് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോവാ. പപ്പയുടെ റെയിൻകോട്ട് വാങ്ങണം. മഴ പെയ്യുന്നു തോന്നുന്നു, ശബ്ദം വരുന്നു. കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞ? ഇല്ല, ഇത് കാറ്റിന്റെ സൗണ്ടാണ്. കാറ്റിന്റെ സൗണ്ടാണോ? മഴയുടെ സൗണ്ട് ഒന്നുമല്ല, ഇത് കാറ്റാണ്. പപ്പയുടെ അടുത്ത് പോവാ, പപ്പയുടെ അടുത്ത് പോവാ. ഇനി പപ്പയുടെ അടുത്ത് പോവാം തിരിച്ച്. ഇനി തിരിച്ചു പോവാം, ഒത്തിരി നടക്കാനുണ്ട്. അവരിന്ന് ഇവിടെ അവരെ പോകുമ്പോ നമ്മൾ അങ്ങനാണ് വന്നത്, ഇവിടെ അങ്ങന്ന്. അതുകൊണ്ട് ഇവിടെ ബസ്സിലാണ്. മൂന്ന് ബസ്സുണ്ട്. 3 ബസ്സിൽ കയറിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോഴാണ് ഇപ്പം ഓർമ്മ വന്നത്. ഇത് ഒരാള് ചോദിച്ചെന്ന് ഇവിടെ, അതുകൊണ്ടാണ് നമ്മളിവിടെ കാണാൻ വന്നത്. ഇവിടെ കാണാൻ വന്നത് ആരാണ്? ഇവിടെ കാണാൻ വന്നപ്പോ അവൻ സംസാരിച്ച വീഡിയോയ്ക്ക് അകത്ത് നിങ്ങൾ കണ്ടു കാണാൻ നല്ല ക്ലിയർ ആയിട്ടാണ് കിടന്നത്. ഇപ്പോൾ കണ്ടോ, നല്ലപോലെ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവൻ എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് നിങ്ങൾ പറയാം കേട്ടോ. എനിക്കും കുറേയൊക്കെ മനസ്സിലായി. പിന്നെ അവൻ എന്താ ഉദ്ദേശിക്കുന്നത് അവന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ നല്ലപോലെ തന്നെ ഇതിൽ കൂടെ കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ടായിരുന്നു. അത് കാണാനേ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ക്ലിയർ ആയിട്ട് കിടക്കുമ്പോൾ അത് വേറൊരു ഭംഗി, പിന്നെ കോടമഞ്ഞ് ഇറങ്ങുമ്പോൾ വേറൊരു ഭംഗിയാണ്. അവൻ പറഞ്ഞില്ലേ കാറ്റിൻ്റെ ശബ്ദമാണെന്നുള്ളത്. അത് ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചു മഴ പെയ്യാന്ന്, മഴ ദൂരേന്ന് ഇങ്ങനെ പെയ്ത് വരുന്നൊരു ശബ്ദമുണ്ടല്ലോ, അതാണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് ശ്രദ്ധിച്ചത് കാറ്റിൻ്റെ ശബ്ദമാണെന്ന് കേട്ടോ. പിന്നെ അവിടെ ഞങ്ങളിത് തിരിച്ച് വരികയായിരുന്നു. ഇവിടെ വഴിയിൽ നിന്നൊരു ടോയ്സ് കണ്ടു വെച്ചിട്ട് പോയി. ഈ ഒരു ടോയ് ആയിരുന്നു. ഇത് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ വലിയൊരു ടോയ് എടുത്തു. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ ടോയേ വേണ്ട. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞു ഈ ചെറിയ ടോയ് മതി. അങ്ങനെ ഇത് വാങ്ങിക്കൊടുത്തു. അവർ 250 or 200 അങ്ങനെ അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് 150ക്കാണ് വാങ്ങിയത്. അത് നല്ലൊരു കാറായിരുന്നു. 2 സൈഡും ഡോറ് തുറക്കാൻ പറ്റും, ബാക്കിൽ ഡിക്കി തുറക്കാൻ പറ്റും. അത്യാവശ്യം നല്ലതാണ്, നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഇത് ഈ ഒരു കടയിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഊണ് കഴിച്ചായിരുന്നു. പിന്നെ ഫുഡ് കറികളൊക്കെ കൊള്ളായിരുന്നു. പപ്പടം കറികളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. വറുത്ത മീൻ അധികം വാങ്ങിയായിരുന്നു. ആ വറുത്ത മീനിൻ്റെ ഉപ്പ് കുറവ് പോലെ തോന്നി. ബാക്കി എല്ലാ കറികളും നല്ല ടേസ്റ്റായിരുന്നു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. കുറച്ച് ഫോട്ടോസ് ഈ വീഡിയോയിൽ ചേർത്തേക്കാവേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലിടാം. അടുത്ത് വേറെ പ്ലേസിലൊക്കെ പോയതൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.